بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വരവിശേഷണങ്ങൾ, ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സ്വരവിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് വിധത്തിലാണ്: വിപരീതങ്ങൾ ഉള്ളവ, വിപരീതങ്ങളില്ലാത്തവ എന്നിങ്ങനെ രണ്ട് വിഭാഗമാണ്. ഇതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. വിപരീതങ്ങളില്ലാത്ത സിഫത്തുകളിൽ സഫീർ, ഖൽഖല, ലീൻ, തക്രീർ ഇത്രയും സിഫാത്തുകളെ കുറിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നാം അറിയാൻ പോകുന്നത് അൽ ഇൻഹിറാഫ് എന്ന ഒരു സിഫത്തിനെ കുറിച്ചാണ്. ഇൻഹിറാഫ്, ഇൻഹറഫ യൻഹരിഫു ഇൻഹിറാഫൻ. ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ തെറ്റുക എന്നാണ്, വ്യതിചലിക്കുക. അതാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. മാനാഹു ലുഗത്തൻ അൽ മൈലു വൽ അദൂലു അവിൽ ഉദൂലു. തെറ്റുക, വ്യതിചലിക്കുക, ഒരു കൃത്യമായ സ്ഥാനത്ത് നിൽക്കാതെ ലേശം ഇങ്ങനെ അങ്ങോട്ട് മാറിപ്പോവുക, മാറി നിൽക്കുക. അതിനാണ് ഇൻഹിറാഫ് എന്ന് ഭാഷയിൽ പറയാം. വസ്തിലാഹൻ, സാങ്കേതികമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽമൈലു ബിൽ ഹർഫി ബഅദ ഖുറൂജിഹി മിൻ മഖ്റജിഹി ഇൻദ അൻ-നുത്ഖി ബിഹി ഹത്താ യത്തസില ബിമഖ്റജിൻ ആഖർ. അക്ഷരം അതിൻ്റെ ശരിയായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കപ്പെടുമ്പോൾ അത് പൂർണ്ണമായും അതിൻ്റെ മഖ്റജിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ അല്പം ഒന്നിങ്ങനെ മറ്റൊരു മഖ്റജിലേക്ക് ചായുക, അല്ലെങ്കിൽ തെറ്റിപ്പോവുക. ഇതാണ് ഇൻഹിറാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹർഫാഹു, ഇൻഹിറാഫ് എന്ന സ്വരവിശേഷണത്തിൻ്റെ സിഫത്തിൻ്റെ രണ്ടക്ഷരങ്ങളാണ് അല്ലാമു വറാഉ. ലാമും റാഉം. ലാമും റാഉമാണ് ഇൻഹിറാഫ് എന്ന സിഫത്ത് നൽകപ്പെടുന്ന രണ്ട് സിഫത്തുകൾ, അക്ഷരങ്ങൾ, രണ്ട് ഹർഫുകൾ. വൗസിഫ ബിൽ ഇൻഹിറാഫ്, അവ ഇൻഹിറാഫ് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ലിഅന്നഹുമ ഇൻഹറഫ അൻ മഖ്റജിഹിമ ഹത്ത ഇത്തസല ബിമഖ്റജി ഗൈരിഹിമ. കാരണം അവ രണ്ടും അവയുടെ മഖ്റജിൽ നിന്ന് അല്പം തെറ്റി മറ്റ് ഹർഫുകളുടെ മഖ്റജിലേക്ക് ചേർന്നു പോകുന്നു എന്നതുകൊണ്ടാണ്. ഫല്ലാമു ഫീഹ ഇൻഹിറാഫുൻ ഇലാ തറഫിൽ ലിസാൻ. ലാം ഉച്ചരിക്കുമ്പോൾ അത് നാവിൻ്റെ അറ്റത്തിൻ്റെ മുൻഭാഗം, അല്ലേ, സൈഡ്, അല്ലേ, രണ്ട് സൈഡുകൾ ചേർത്തുകൊണ്ട് ഉള്ള ഒരു മഖ്റജിൽ നിന്നാണ് ലാം ഉച്ചരിക്കപ്പെടുന്നതെങ്കിലും അതല്പം തറഫുൽ ലിസാനിലേക്ക് തെറ്റി വരുന്നു എന്നതാണ് ലാം മുൻഹരിഫാണ്, ഇൻഹിറാഫുള്ള അക്ഷരമാണ് എന്ന് പറയാനുള്ള കാരണം. വറാഉ, റാഅ് ഫീഹ ഇൻഹിറാഫുൻ ഐദ, അതിലും ഇൻഹിറാഫ് എന്ന സിഫത്തുള്ളത് ഇലാ ദഹ്രിൽ ലിസാൻ, നാവിൻ്റെ അറ്റത്തിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന റാഅ് ചിലപ്പോൾ നാവിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് തെറ്റുന്നു അല്പം. വമൈലുൻ ഖലീലുൻ ഇലാ ജിഹത്തിൽ ലാം, ലാമിൻ്റെ മഖ്റജിലേക്ക് അല്പം നീങ്ങുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് റാഇനും ഇൻഹിറാഫുണ്ട് എന്ന് പറയാനുള്ള കാരണം. അപ്പം അത് സൂക്ഷിക്കേണ്ടതാണ്. കൂടുതൽ മറ്റൊരു ഹർഫിൻ്റെ, ഇപ്പോൾ ലാമാണെങ്കിൽ നൂനിൻ്റെ മഖ്റജിൽ നിന്നോ അല്ലെങ്കിൽ റാഅ് മഖ്റജ് മാറിക്കൊണ്ടോ ഒന്നും അങ്ങനെ ഉച്ചരിച്ചു പറ്റുകയില്ല, സൂക്ഷിക്കേണ്ടതാണ്. അതിന് ഈ രണ്ടക്ഷരങ്ങൾക്കും ഉച്ചരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത
അത് നമ്മൾ നേരത്തെ തക്രീറിനെ കുറിച്ച് പറഞ്ഞതുപോലെ അല്പം മഖ്റജിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചലനം സംഭവിക്കുന്ന ഹർഫുകളാണ് ഇവ രണ്ടും. ആ ചലനമാണ് ഈ ഇൻഹിറാഫിന് കാരണമാകുന്നത്. അതല്പം അതിൽ ഉള്ളതാണ് എന്നർത്ഥം. അതിൽ അടിസ്ഥാനമായി ഉള്ള ഒരു വിശേഷണമാണ് ഈ ഇൻഹിറാഫ് എന്നത് ഈ രണ്ടക്ഷരങ്ങൾക്കും. അപ്പോൾ അതാകുന്നു ഇൻഹിറാഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ രണ്ടക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ സുക്കൂന് നൽകി ഉച്ചരിച്ച് നോക്കിയാൽ നമുക്കത് വ്യക്തമാകുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. കൂടുതൽ ഇനിയും നമുക്ക് ഈ വിഷയകമായി മനസ്സിലാക്കാം, വിശദീകരിക്കാം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്.